ഡോക്ടർ ബിസിയാണോ? കുറച്ച് ഡൗട്ട് ഉണ്ട് അലൈനസ് റിലേറ്റഡ്, ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ? പറഞ്ഞോ. അലൈനസ് ചെയ്യാൻ നമുക്ക് എത്ര കോസ്റ്റ് വരും? അത് ബേസ്ഡ് ഓൺ ദി പേഷ്യൻ്റ് ആണ് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. കാരണം എല്ലാവരുടെ ബൈറ്റ് ഒരുപോലെ അല്ലല്ലോ. നമുക്ക് പല്ല് എത്രത്തോളം നീങ്ങണം, എത്ര സിവിയാരിറ്റി ഓഫ് ദി കേസ്, അതനുസരിച്ചിട്ടാണ് കോസ്റ്റ് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് വരിക. അപ്പോൾ അലൈനസ് ചെയ്യുമ്പോൾ പല്ല് പറിക്കേണ്ട ആവശ്യം വരുമോ? മോസ്റ്റ് ഓഫ് ദി കേസസിൽ വരാറില്ല. പക്ഷേ നമുക്ക് പല്ല് കുറച്ചധികം പല്ലിൻ്റെ സൈസ് വലുതാണ്, മോണ ചെറുതാണെങ്കിൽ ചില കേസസിൽ പല്ല് പറിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ എത്ര വരും? നമുക്ക് എത്രത്തോളം പല്ല് നീങ്ങണോ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ചേഞ്ച് ആവും. പക്ഷേ മുത്തൊട്ടിച്ച് ക്ലിപ്പിടണം നോക്കുമ്പോൾ അതെന്തായാലും കുറവായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അലൈനസ് ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റും, മോസ്റ്റ് ഓഫ് ദി കേസസിൽ പറ്റും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഏജ് അഡ്വാൻസ് ആകുമ്പോൾ നമുക്ക് ഗം ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗം സ്റ്റേറ്റസ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്നതാവും നല്ലത്. അപ്പോൾ കുട്ടികളുടെ കേസസിലോ? കുട്ടികൾക്ക് ഇൻവെസ്റ്റ്ലൈൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു US ബ്രാൻഡിൻ്റെ അലൈനേഴ്സ് അവൈലബിൾ ആണ്, ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ കുട്ടികൾക്ക് അലൈനേഴ്സ് ഇടാൻ പറ്റും, ഏർലി തന്നെ കറക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഡോക്ടറിൻ്റെ അക്കൗണ്ടിൽ ഫുള്ള് പീഡിയാട്രിക് വീഡിയോസ് ആണല്ലോ, അപ്പോൾ ഡോക്ടർ പീഡിയാട്രിക് മാത്രമാണോ ചെയ്യണത്? അങ്ങനെയല്ല, ഞാൻ സ്പെഷ്യലൈസേഷൻ ചെയ്ത് പീഡിയാട്രിക്കിലാണ്. ഞാൻ അഡൽട്ട് കേസസും ചെയ്യാറുണ്ട്.